Pinarayi Vijayan Mukhyamantri ആയി കഴിഞ്ഞ 2016 to 2023 Kerala has incurred a loss of more than 1,10,000 crores. ഇതാണ് ലോസ്. ഈ ഡ്രാമ ചെയ്യുന്നത് അതിന്റെ ഒബ്ജക്റ്റീവ് ഈസ് ടു ഡിസ്ട്രാക്ട് ദ പീപ്പിൾ ഫ്രം ദെയർ ഓൺ മിസ്മാനേജ്മെന്റ് ഓഫ് ദി ഇക്കോണമി. ഇങ്ങനത്തെ ഒരു ലോസ് ഉണ്ടാക്കണമെങ്കിൽ ഇതിന് PhD പോസ്റ്റ് ഡോക്ടറൽ കാൾ മാർക്സിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടിയിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഈ നാട്ടിലെ 10 കൊല്ലത്തിലെ ഒരു സ്റ്റേറ്റും ഈ തരം ലോസ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റും ഇല്ല. അതിന്റെ കാരണം കേരളയിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഇക്കണോമിക് ആക്ടിവിറ്റി ഇല്ല. And I will tell you today, Middle East's remittance Kerala illengil, Kerala would have been a worse state than Sri Lanka during its economic crisis. Idana reality. Idinne distract ചെയ്ത് ഒരു ഡിഫറെന്റ് നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ അറ്റംപ്റ്റ് ആണ് ഈ വരുന്ന രാഷ്ട്രീയ നാടകം. 57,000 crores കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഫൈനാൻസ് മിനിസ്റ്റർ ഓഫ് കേരള നിർമ്മലാജി അവിടെ പോയി ഒരു അരമണിക്കൂർ അത് ഇരുന്ന് അനലൈസ് ചെയ്തപ്പോ ആ 57,000 crores നമ്പർ അങ്ങ് 5,000 crores ആണ്. ഇതൊരു നാടകമാണ്. അവരുടെ ഇക്കണോമിക് മാനേജ്മെന്റ്, അവരുടെ ഇക്കണോമിക് മിസ്മാനേജ്മെന്റ് കേരളത്തിന് ഒരു ബാങ്ക്രപ്സി എഡ്ജിൽ കൊണ്ടുവിട്ട് ഒരു സൊല്യൂഷൻ ഇല്ലാതെ കാണുമ്പോഴാണ് ഇവർക്ക് ഒരു പുതിയ സ്ട്രാറ്റജി കാണുന്നത് സെൻട്രൽ ഗവൺമെന്റ് ബ്ലെയിം ചെയ്യാണ്.